കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തുകാർ വഞ്ചകന്മാരാണ് എന്നുള്ളതാണ്. ഈ നാട് വഞ്ചനയ്ക്കെതിരെ പോരാടിയ ചരിത്രമുള്ള മണ്ണാണ് മലപ്പുറം. മതേതരത്വത്തിൻ്റെ മകുട ഉദാഹരണമാണ് ഈ മലപ്പുറത്തുള്ള ജനങ്ങൾ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അവർ വഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി എങ്ങനെ പറയുന്നു? ചെറിയ തെറ്റിദ്ധാരണജനകമായ കാര്യമാണ്. അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു വഞ്ചനയുടെ ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. ആ വഞ്ചനയ്ക്കെതിരെയുള്ള ജനവിധിയാകണം തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വരേണ്ടത്. അത് വഞ്ചിച്ച ആളുടെ പേര് പറഞ്ഞില്ല എങ്കിലും ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ മറുപടി പറയുന്നത് തെറ്റിദ്ധാരണജനകമാണ്. മലപ്പുറത്തെ ജനങ്ങളെ വഞ്ചകരായി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഒന്നുകിൽ അങ്ങ് വാർത്ത വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പ്രസംഗം കേട്ട് കാണും. ഞാൻ വാർത്ത വായിച്ചു, ശ്രദ്ധിച്ചു. അദ്ദേഹം ആരാണ് വഞ്ചകരെന്ന് എന്താ പറയാഞ്ഞേ? ജനങ്ങളെ മൊത്തം ജനങ്ങൾ പറഞ്ഞോ? ഒരു മിനിറ്റ്, ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ? നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ? ആരാ വഞ്ചകർ? അത് പിണറായി വിജയൻ പറയണമെന്നേ. അതെ, അതെല്ലാം മനസ്സിലായി എനിക്ക്. സാധാരണ നിലയിൽ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതിനിടയിൽ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്.